കേരളം ഒന്നടങ്കം കാത്തിരുന്ന ഒരു ഹോം ടൂർ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ വിപണിയിൽ ലഭ്യമായ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, പ്രീമിയം ക്വാളിറ്റി, ഏറ്റവും പ്രീമിയം ക്വാളിറ്റി. ബാത്റൂമിലേക്കുള്ള ഡോറിന് 10 വർഷം വാറണ്ടി ഏതെങ്കിലും ബിൽഡർ കൊടുക്കുമോ? നമ്മൾ കൊടുക്കുന്ന ഈ ഡോറിനടക്കം 10 വർഷം വാറണ്ടി. ഇനി ഇവിടെ ഇവർക്കൊരു ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഇത് മാറ്റണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു വയബിൾ ആയിട്ടുള്ള ലെവലിഹുഡ് ഓപ്ഷൻ കൂടി ആയിരിക്കും. എല്ലാ വീട്ടിലും നമ്മൾ ഇതേപോലെ 2 കിലോവാട്ട് പവറിന്റെ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വീടുണ്ടാക്കുന്നത് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടൗൺഷിപ്പ് ദുരന്ത പ്രതിരോധ രീതിയിലായിരിക്കണം. ഈ വീട് ഒരിക്കലും ചോർന്നൊലിക്കൂല. കാരണം ഇതിനെ കണ്ടത് ഇത് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന വെച്ചാൽ മെഷ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഒരു പില്ലറിന്റെ വീതി 45 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 90 സെന്റിമീറ്റർ വീതിയുള്ള അങ്ങനത്തെ 7 പില്ലറുകളാണുള്ളത്. നമ്മുടെ ടൗൺഷിപ്പിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ആണ്. വലിയൊരു ഏരിയ ആണ്. ഒരു മാലിന്യ സംസ്കരണ സംവിധാനം. ഇതേപോലെ എതിർക്കുന്ന ആൾക്കാരെയും സംശയമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയല്ല, കാണിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇടമായിട്ട് പോലും ഭാവിയിൽ ഇത് നമുക്ക് ഉപകരിക്കും. എല്ലാവരും അവരവരുടെ ഇടങ്ങളിലേക്ക് ചുരുങ്ങുക, അല്ല അവരവരുടെ വീടുകളിലേക്ക് ചുരുങ്ങുക. അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് അവരുടെ പണ്ടത്തെ ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാവരും ഇത്രത്തോളം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി പണിയുന്ന നമ്മുടെ ടൗൺഷിപ്പ്, കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് പണിയുന്ന ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ താക്കോൽദാനം ഈ 1-ാം തീയതി നടക്കാൻ പോവാണ്. മാർച്ച് 1-ന് അവസാനവട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എന്താണ് ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട്. കാരണം അവർക്ക് അറിയാൻ അർഹതയുണ്ട്. ഒരു രാത്രി വെളുത്തപ്പോൾ ഒന്നും ഇല്ലാതായ ആളുകൾക്ക് ശരിക്കും ഹൃദയസ്പർശിയായ ഒരു സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്, തീർച്ചയായിട്ടും. അപ്പം 410ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ ഒരു വലിയ ടൗൺഷിപ്പ് ഒരുങ്ങാണ്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ട താക്കോൽദാനം നടക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ അതിൽ പൂർത്തിയായിട്ടുള്ള ഒരു വീട് കാണിക്കാൻ പോകുന്നു. പ്രൊജക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങളും അല്ലേ? അതെ, യെസ്. അപ്പോൾ കമോൺ എവരിബഡി, വാ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പിക്ചർ തരാനായിട്ട് ഈ ടൗൺഷിപ്പിൻ്റെ CEO ഡോക്ടർ അരുൺ ജയോ IAS സാർ, നമസ്കാരം. നമസ്കാരം. സാറാണ് ഇതിൻ്റെ സകല സംഭവങ്ങളും മാനേജ് ചെയ്ത ആള് അല്ലേ? വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളതിൻ്റെ താക്കോൽദാനം നടക്കാൻ വേണ്ടി പോവാണ്. 178ഓളം വീടുകളാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. അതെ. അപ്പം ലാസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ? അപ്പം ഏകദേശം പരിപാടികളൊക്കെ ഭംഗിയായിട്ട് വരുന്നു. ഒരുപാട് ഫീച്ചേഴ്സ്, അറിയാത്തതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ വയനാടിൻ്റെ ഒരു മേജർ ടൗൺ ആണ് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള സ്ഥലമാണത്. ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം സ്പേസ് ആണ്. 4 സൈഡും മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഗംഭീര വ്യൂ ഉള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. അത് കൃത്യമായ പഠനത്തിന്റെയും ചിന്തയുടെയും ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ അന്തിമമായിട്ട് ടൗൺഷിപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ആദ്യം ദുരന്ത ബാധിതരുമായിട്ട് കൺസൾട്ട് ചെയ്തു സർക്കാർ. ദുരന്ത ബാധിതര്, മേപ്പാടി പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര്, അതേപോലെ മറ്റ് ജില്ലയിലെ MLA മാര്, ഇവരുമായിട്ട് ആദ്യം തന്നെ ദുരന്തമുണ്ടായി, ജൂലൈ മാസം ദുരന്തമുണ്ടായി, ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഇവരുമായിട്ട് സർക്കാർ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ മുന്നോട്ട് വെച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് താമസിച്ചിരുന്ന പോലെ ഒരുമിച്ച് ഒരിടത്ത് തന്നെ പുനരധിവാസം സാധ്യമാക്കണം എന്നൊരു മെയിൻ ഡിമാൻഡായിരുന്നു അവർ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ സർവേ ഡിപ്പാർട്ട്മെന്റിനോട് ഇവിടെ ലാർജ് പാർസൽസ് ഓഫ് ലാൻഡ് നമുക്ക് ഏറ്റെടുത്ത് ഇവരെ പുനരധിവസിപ്പിക്കാൻ പറ്റുന്ന ലാർജ് പാർസൽസ് ഓഫ് ലാൻഡ് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ 31 പാർസൽസ് ഓഫ് ലാൻഡ്, ലാർജ് എക്സ്റ്റൻസ് ഓഫ് ലാൻഡ് അവർ ഐഡന്റിഫൈ ചെയ്ത് സർക്കാരിന് റിപ്പോർട്ട് തന്നു. അതിൽ നിന്നും ദുരന്ത സാധ്യതകളെല്ലാം പരിശോധിച്ച് അതിൻ്റെ വിദഗ്ധ സമിതി, അതിൻ്റെ ഹൈഡ്രോളജിക്കൽ സ്റ്റഡി, ജിയോളജിക്കൽ സ്റ്റഡി, ദുരന്ത സാധ്യത, അങ്ങനെ പല ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് പരിശോധിച്ചിട്ട് ഒരു 9ഓളം സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഈ 9 സ്ഥലങ്ങളിലും വീണ്ടും സംസ്ഥാനതല സമിതി പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇവിടെ ഇതിൻ്റെ ഒരു പ്രോക്സിമിറ്റി, റോഡ് പ്രോക്സിമിറ്റി, ഇവരുടെ ഉപജീവന സാധ്യത, പിന്നെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യത, അങ്ങനെ ഈ 9ൽ നിന്നും ഏറ്റവും പുനരധിവാസത്തിന് ഏറ്റവും അനുയോജ്യമായ 2 സ്ഥലങ്ങൾ കണ്ടെത്തി. ആ 2 സ്ഥലങ്ങളായിരുന്നു പെട്ട ഒരു സ്ഥലമാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ്. അതിൽ തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, ജില്ലാ ആസ്ഥാനം തന്നെയാണ്. അങ്ങനെയാണ് ഏറ്റവും ആദ്യം ഈ 2 ഫസ്റ്റ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പണി തുടങ്ങാം എന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ കിഫ്കോൺ ആണ് ഇതിന്റെ പ്രൊജക്ട് കൺസൾട്ടന്റ്. അവരോട് ഇതിന്റെ മാപ്പിംഗ് എല്ലാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 410 കുടുംബങ്ങളെ ഇവിടെ പുനരധിവസിപ്പിക്കാം എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടൗൺഷിപ്പ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറീസ് അതിന്റെ താഴെ ആയതുകൊണ്ട് ഈ 2 ടൗൺഷിപ്പ് നമുക്ക് എൽസ്റ്റണിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്യാനുള്ള തീരുമാനം അങ്ങനെയാണ് വന്നത്.
അപ്പോൾ സാറേ നമ്മളിപ്പോൾ ഒരു ഡെമോ ഹൗസിന്റെ മുമ്പിലാണ് ഉള്ളത്. ഇതാണ് നമ്മൾ ആദ്യം പൂർത്തീകരിച്ചിട്ടുള്ള നമുക്കൊരു മോഡൽ ഒരു മാതൃകാ ഹൗസ് എന്ന രീതിയിലുള്ള ഒരു വീട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ചെയ്തിട്ടുള്ളത്, എത്ര BHK ആണ്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ഒരു ഇത് വരുന്നത്? ഇതേ മാതൃകയിലാണ് ഇവിടെയുള്ള 410 വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ആകെ വ്യത്യാസം ഇതിന്റെ നേരെ മിറർ ഇമേജ് ആണ് ആ വീട്. കാരണം ഇതിന്റെ ഫ്രണ്ട് ഇവിടെയാണ്, സിറ്റ് ഔട്ട് ഇവിടെയാണ്, ആ വീടിന്റെ സിറ്റ് ഔട്ട് ഇതിനോട് ഫേസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെ കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്. അതായത് ഓരോരുത്തർക്കും അവരുടെ പ്രൈവസി കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബേസിക് കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ സിറ്റ് ഔട്ട് ടു സിറ്റ് ഔട്ട് ഫേസിംഗ് ആണ്. ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഫേസിംഗ് ആണ്. അപ്പൊ 4 വീടുകളുടെ അടുത്തടുത്തുള്ള 4 വീടുകളുടെ അടുക്കളകൾ ഒരുമിച്ചാണ് വരുന്നത്. അപ്പം വേണമെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് വേണമെങ്കിൽ പാചകം ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ആ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് സാധ്യമാവുന്ന രീതിയിലാണ് മൊത്തം ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നിൽക്കുന്ന ഇതിന്റെ സിറ്റ് ഔട്ട്, ഈ ലെപ്പോത്ര ഗ്രാനൈറ്റ് പതിച്ച ചെറിയൊരു സിറ്റ് ഔട്ട്. ഓക്കെ, ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരിട്ട് ആദ്യം കിടക്കുന്നത് ഇതാ നമ്മുടെ ഒരു ലിവിംഗ് ഏരിയ. ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതാ ഇതിന്റെ നമ്മുടെ മെയിൻ ഡോറാണ്. മെയിൻ ഡോർ ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ്. 5 വർഷം വാറണ്ടി കൊടുക്കും. ഇവിടെ എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ വിപണിയിൽ ലഭ്യമായ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, ഏറ്റവും പ്രീമിയം ക്വാളിറ്റി. ഈ വിൻഡോസ് UPVC വിൻഡോസ് ആണ്. 20 വർഷമാണ് ഇതിന്റെ വാറണ്ടി കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ അകത്ത പെയിന്റിന് മാത്രമല്ല, പുറത്ത് ഈ മഴയും വെയിലും കൊള്ളുന്ന പെയിന്റിനടക്കം 7 വർഷം വാറണ്ടി പെയിന്റിനടക്കം കൊടുക്കുന്നുണ്ട്. അത് ഏഷ്യൻ പെയിന്റ്സിന്റെ വാറണ്ടി കാർഡ് നമ്മൾ ഓരോ കസ്റ്റമർക്കും ഓരോ ബെനിഫിഷ്യറിക്കും നമ്മൾ കൊടുക്കും. അങ്ങനെ എല്ലാ മെറ്റീരിയൽസ് ആണെങ്കിലും ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽ. കജാരിയുടെ ടൈലാണ് ഈ കാണുന്നത്. ഈ മുകളിൽ കാണുന്ന കണ്ടില്ലേ, എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഹാവൽസിന്റെ BLDC വാറണ്ടി ഉള്ള BLDC ഫാനാണ്. പിന്നെ ഓരോ സ്പേസും ഡിസൈൻ ചെയ്തിട്ടുള്ള അതിന്റെ യൂസേജ് കണക്കിലെടുത്തുകൊണ്ടാണ്. ഇത് TV സ്പേസ് ആണ്, നമ്മുടെ സിറ്റിംഗ് റൂം TV സ്പേസ് ആണ്. ഇവിടെ ടിവിയുടെ വയറിംഗ് എല്ലാം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രൊവിഷൻ, ഇന്റേണൽ ഇതിന്റെ കേബിൾ എല്ലാം പോകാനുള്ള പ്രൊവിഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. കറക്റ്റ്. അതെ അതെ. പിന്നെ ഇത് ഒരു മൾട്ടിപർപ്പസ് ഏരിയ ആണ് ഇവിടെ ഈ കാണുന്നത്. ഇത് നമ്മളൊരു സ്റ്റഡി റൂമായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷെ വേണമെങ്കിൽ ഇനി നമ്മളിവിടെ ഇത് നിലവിൽ ഒരു നിലയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ മുകളിലേക്ക് അധിക നിലകൾ പണിയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇൻസൈഡിൽ നിന്ന് ഇവർക്ക് പുതിയൊരു കോണി വെക്കണം തോന്നുകയാണെങ്കിൽ ഈ സ്റ്റഡി റൂം മാറ്റിയിട്ട് ഇതൊരു സ്റ്റെയർ കേസ് റൂം ആക്കിയാൽ മതി. ഇത് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വാർക്കാതെ നമ്മൾ ഇതേപോലെ ടൈലിന്റെ റൂഫ് കൊടുത്തിരിക്കുന്നത്. ഈ ട്രസ് വർക്ക് ഇതേപോലെ തന്നെ മുകളിലേക്ക് പൊന്തിച്ച് വെച്ചാൽ മതി. ഇത് ഒന്ന് ഡിസ്പാൻഡ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് കോണിക്കൂടായിട്ട് സ്റ്റെയർ റൂമായിട്ട് ഉപയോഗിക്കാം. ഇൻസൈഡിൽ നിന്ന് മുകളിലേക്ക് പോവാം. ഇനി അതല്ല, പുറത്ത് ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ്. ഇവർക്കൊരു ഹോം സ്റ്റേ ആയിട്ടോ മറ്റോ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തത്തെ കോണി ഉപയോഗിക്കാം. അങ്ങനെ ഒരു കൺവേർട്ടബിലിറ്റി, ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലും കൂടി കണ്ടുകൊണ്ടിട്ടാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചറിസ്റ്റിക് വീടാണ് അല്ലേ? നോക്കൂ, ഈ റൂം ആണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ വിശാലമായിട്ടുള്ള റൂമാണ്. ഇനി ഒരു പ്രൈവസി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു സിറ്റിംഗ് റൂമും ഇതൊരു ഡൈനിങ് റൂമായിട്ട് 2 റൂമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സാധ്യത ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മെയിൻ റൂമിൽ നിന്നാണ്, സിറ്റിംഗ് റൂമിൽ നിന്നാണ് നമ്മളിവിടെ സ്റ്റഡി റൂം നേരത്തെ പറഞ്ഞു, മെയിൻ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, ഇത് 2ാമത്തെ ബെഡ്റൂം, കോമൺ ടോയ്ലറ്റ്, കിച്ചൺ, ഈ എല്ലാ സ്ഥലത്തേക്കും കിടക്കുന്നത് ഈ റൂമിൽ നിന്നാണ്. 2 BHK ആണ്. 2 BHK പ്ലസ് നമ്മളൊരു അഡീഷണൽ നമ്മുടെ സ്റ്റഡി റൂം, അതുകൂടാണ്ട് ഒരു കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ വേറെ സെപ്പറേറ്റ്. നമ്മുടെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണോ ചെയ്തിരിക്കുന്നത്? അതെ, ഈ മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ അറ്റാച്ച് ബെഡ്റൂമാണ്. ഒരു 12x12 അടി വലുപ്പമുള്ള വിശാലമായിട്ടുള്ള റൂമാണ്. 2 വോൾസിലും വെന്റിലേഷൻ ഉണ്ട്. നല്ല ഫുള്ളി വെന്റിലേറ്റഡ്, നല്ല എയറേഷനും. ഇവിടെ കൊണ്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി പലരും വരുന്നത്, ഞങ്ങൾ പറയുന്നതല്ല, അവിടെ വരുന്ന സന്ദർശകർ തന്നെ പറയുന്നതാണ്. ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. ഒരു കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളത് പലരും പറയാറുണ്ട്. നമ്മളും ഒരുപാട് വീടുകൾ ഹോം ടൂർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെന്റിലേഷൻ എന്നുള്ള പരിപാടി. വെളിച്ചം, കാറ്റൊക്കെ, ഇത് കുറച്ചൊരു തുറന്ന സ്ഥലമാണ്, ഓപ്പൺ ഏരിയ. അപ്പൊ ആ സ്ഥലത്തിന്റെ പോസിറ്റിവിറ്റി പരമാവധി വീട്ടിൽ ഉപയോഗിച്ചു. അതെ അതെ, ഒരു 7 സെന്റ് സ്ഥലമാണെങ്കിൽ അതിന്റെ ഒരു കൺജഷൻ നമുക്ക് എവിടെ പോയാലും ഫീൽ ചെയ്യും. കറക്റ്റ്. അതോടൊപ്പം നമ്മളൊരു വാർഡ്രോബും 2 റൂമിലും വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമുമാണ് ഇവിടെ ഉള്ളത്. ഒപ്പം ഇതോടുള്ള ഫർണിച്ചർ സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്? ഇല്ല, ഫർണിച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദുരന്ത സമയത്ത് തന്നെ നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ അല്ലാതെയും അവർക്ക് ആവശ്യത്തിന് ഫർണിച്ചറുകൾ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കും. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഇവിടെ കിച്ചണിലേക്ക് കിടക്കുകയാണ്. കിച്ചണിലും നമ്മൾ കബേർഡ് എല്ലാം വെച്ചിട്ട്, അതായത് കബേർഡാണ്. ഈ കബേർഡ്
മൾട്ടിവുഡിൽ ഉണ്ടാക്കിയ കബേർഡാണ്. അതോടൊപ്പം ഇവിടെ മറൈൻ പ്ലൈവുഡിൽ ഉണ്ടാക്കിയ ഒരു കബേർഡ് വേറെ മുകളിൽ വേറെയും വരാനുണ്ട്. അത് ഇപ്പൊ നമ്മൾ ഇനാഗ്രേഷൻ മുന്നേ തന്നെ അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വെക്കും, 1-ാം തീയതിക്കുള്ളിൽ തന്നെ. അതോടൊപ്പം ഇതാ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഫ്രിഡ്ജിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സ്ഥലമാണിത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീന് വെക്കാനുള്ള ഏരിയ, വാഷിംഗ് മെഷീനുള്ള വെള്ളത്തിന്റെ കണക്ഷൻ ഉണ്ട്, അതിന്റെ ഡ്രൈനേജിന്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. പാത്രങ്ങൾ കഴുകാനൊക്കെ ഉള്ള ഇടാണ് ഇത്. ഇതാ പുറത്തേക്ക് കിടക്കാനുള്ള ഏരിയ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ബാക്ക് ടു ബാക്ക് ആണ്. ഈ വീടിന്റെ ബാക്കും ആ വീടിന്റെ ബാക്കും കൂടി ഫേസിങ്. ഇതിന്റെ കിച്ചൺ ഏരിയയും അതിന്റെ കിച്ചൺ ഏരിയ. അപ്പൊ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ 4 പേർക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ പരസ്പരം കണ്ടിട്ട് സംസാരിക്കാം. എന്നാൽ അതോടൊപ്പം നമ്മൾ കണ്ടില്ലേ, ഓരോ വീടിനും നമ്മൾ കോമ്പൗണ്ട് കെട്ടി കോമ്പൗണ്ട് വാൾ അടക്കം ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു പ്രൈവസി ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത് നമുക്ക് കോമൺ വാഷ് ബേസിൻ. ഇത് സെറയുടെയാണ്. നമുക്ക് എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സും സെറയുടെ 10 വർഷം വാറണ്ടി കൊടുക്കുന്നതാണ്. ഈ ബാത്റൂമിലേക്കുള്ള ഡോറിന് 10 വർഷം വാറണ്ടി ഏതെങ്കിലും ബിൽഡർ കൊടുക്കുമോ? നമ്മൾ കൊടുക്കുന്ന ഈ ഡോറിനടക്കം 10 വർഷം വാറണ്ടി. ഈ ബെഡ്റൂമിന്റെ ഡോറിന് 5 വർഷം വാറണ്ടി ഉള്ളതാണ്. നമ്മൾ ഫിറ്റിംഗ്സ് എല്ലാം എന്ന് പറയുമ്പോൾ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, 5 വർഷം വാറണ്ടി. ബെഡ്റൂംസ് ആണെങ്കിലും നമ്മുടെ ബാത്റൂംസ് ആണെങ്കിലും വളരെ സ്പേഷ്യസ് ആണ്, കൺജഷൻ എവിടെയും ഫീൽ ചെയ്യില്ല. ബെഡ്റൂം നോക്കി ഏകദേശം 12x12, ഇത് 12x11 സൈസ് ഉണ്ട്. അത് ഏകദേശം 12x12 സൈസ് വരുന്ന ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്, വെൽ വെന്റിലേറ്റഡ് ആണ്, മൾട്ടി കളർ ആണല്ലേ? അതെ, ഇവിടെ 2 കളർ. അതേസമയം വേറെ കളർ സ്കീമാണ് ആ ബെഡ്റൂമിൽ. അപ്പൊ ഓരോ ബെഡ്റൂമും യുണീക്ക് ആണ്. നമ്മൾ ആ ഒരു മോഡേൺ അൾട്രാ മോഡേൺ കൺസെപ്റ്റിലാണ് ഓരോ വീടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നിലവില് കോണി കൊടുത്തിട്ടുള്ള പുറകിലൂടെ പുറകുവശത്ത് കൂടിയാണ്. ഇനി ഇവർക്കൊരു ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഇത് മാറ്റണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു വയബിൾ ആയിട്ടുള്ള ലെവലിഹുഡ് ഓപ്ഷൻ കൂടി ആയിരിക്കും. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ലിവിങ്ങിനെ ബാധിക്കാതെ തന്നെ വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ ആയിട്ട് പുറത്തു കൂടി ഒരു കോണിയിലൂടെ ഒരു ഹോം സ്റ്റേ ആയിട്ട് ഇത് വേണമെങ്കിൽ ഭാവിയിൽ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അവർക്ക് വരുമാന മാർഗമായിട്ടും ഈ വീട് കൺവേർട്ട് ചെയ്യാം. അതെ, കാരണം ഇത് കൽപ്പറ്റ മെയിൻ ബൈപ്പാസ് ആണ്. നമ്മൾ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന റോഡിനോട് ഓരം ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ടൗൺഷിപ്പ് ഉള്ളത്. എല്ലാ വീട്ടിലും നമ്മൾ ഇതേപോലെ 2 കിലോവാട്ട് പവറിന്റെ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സിയാലിന്റെ സ്പോൺസർഷിപ്പിലൂടെയാണ് എല്ലാ വീട്ടിലും ഇത് ചെയ്യുന്നത്. അത് കൂടാതെ വീട്ടിൽ ഉള്ള 2 കിലോവാട്ട് പവറിന്റെ സോളാർ പ്ലാന്റ് കൂടാതെ കോമൺ ഏരിയയിലേക്ക് വേണ്ടിയിട്ട് ഒരു 100 കിലോവാട്ട് പവറിന്റെ വേറൊരു സോളാർ പവർ പ്ലാന്റും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അത് എന്തിനു വേണ്ടി വെച്ചാൽ നമ്മുടെ കോമൺ യൂട്ടിലിറ്റീസ് 561 സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ ടൗൺഷിപ്പിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം അസറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് മുനിസിപ്പാലിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പൊ മുനിസിപ്പാലിറ്റിക്ക് ഇതിന്റെ കറണ്ട് ചാർജ് വലിയൊരു ഭാരമാവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടേം മെയിൻ്റനൻസും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ആ കോമൺ ഏരിയയിൽ 100 കിലോവാട്ട് പവറിന്റെ ഒരു സോളാർ യൂണിറ്റ് കൂടി ഉണ്ടാക്കുന്നത്. ഇത് 240 യൂണിറ്റ് വൈദ്യുതി ഒരു മാസം ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിൽ കൂടുതൽ, അത് സാധാരണ ഒരു ചെറിയൊരു കുടുംബത്തിലേക്ക് ആണെങ്കിൽ ആ 240 യൂണിറ്റ് തന്നെ ധാരാളമായിരിക്കും. അതിൽ കൂടുതൽ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ KSEBിക്ക് പൈസ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അവർക്ക് പൈസയുടെ ആവശ്യമേ വരില്ല. പലപ്പോഴും പഴി കേൾക്കുന്നതിന് നമ്മൾ വീടുണ്ടാക്കി കൊടുത്തു, പിന്നെ 1-2 വർഷം കഴിയുമ്പോൾ ചോർന്നൊലിക്കുന്നു എന്നുള്ള അവസ്ഥ പരാതി പലയിടത്തും വരാറുണ്ട്. ഈ വീട് ഒരിക്കലും ചോർന്നൊലിക്കൂല. കാരണം ഇതിനെ കണ്ടില്ല, ഇത് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന വെച്ചാൽ മെഷ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ മെഷിന്റെ അടിയിലും മുകളിലും 2 ലെയർ കൊടുക്കും. ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിനു ശേഷം 24 മണിക്കൂർ ഇതിൽ വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തിയിട്ട് വെള്ളം ലീക്ക് തീരെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അതിന്റെ മുകളിൽ പിന്നീട് പ്ലാസ്റ്ററിങ്ങും ചെയ്യും. ആ പ്ലാസ്റ്ററിങ് ചെയ്ത് അത് കറക്റ്റ് ഗ്രേഡിയന്റ് നോക്കിയിട്ടാണ് പ്ലാസ്റ്റർ ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കില്ല. അപ്പൊ ഇതേ ക്വാളിറ്റി എല്ലാ കാലത്തും ഉണ്ടാവും. ചോർന്നൊലിക്കില്ല, തുരുമ്പ് പിടിക്കില്ല, അതിന് അങ്ങനത്തെ യാതൊരു കംപ്ലൈന്റുകളും ഇതിനെ സംബന്ധിച്ചുണ്ടാവില്ല. അപ്പൊ ഒരു 20 വർഷം കഴിഞ്ഞാലും വീടിന് പ്രത്യേകിച്ച് കേടുപാട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പില്ലറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഇത് താഴത്തെ പില്ലർ 7 പില്ലറാണ്. പില്ലർ എന്നല്ല പറയുന്നത്, ശരിക്കും ഷിയർ വോൾ ആണ്. ഷിയർ വോൾ, ഈ കോൺക്രീറ്റ് ഭിത്തി. ആ കോൺക്രീറ്റ് ഭിത്തി മുകൾ നിലയിലേക്കും എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ 2ാമത്തെ നില ഇടണമെന്നുണ്ടെങ്കിൽ അതിനൊരു 1/4 ഭാഗം പണി ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ളത് മാത്രം പണിതാൽ മതി, സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ വലിയ റോഡ് മാർഗ്ഗങ്ങളൊക്കെയാണ് ഈ പ്രൊജക്ടിന്റെ ഉള്ളിലൂടെ വരാൻ പോകുന്നത്. 11.5 കിലോമീറ്റർ റോഡ് ഇതിന്റെ ഉള്ളിലൂടെ വരുന്നത്. ഇത് എത്ര ഏക്കർ സ്ഥലം വരുന്ന ആകെ മൊത്തം? ഇത് മൊത്തം 64 ഹെക്ടർ ഭൂമി, അത് ഏകദേശം 160 ഏക്കർ ഭൂമിയുണ്ട്. നോക്കൂ, ഈ നമ്മുടെ ടൗൺഷിപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ മലനിരയാണ്, ഇതാണ് പുൽപ്പാറക്കുന്ന്. കുറച്ച് അങ്ങോട്ടേക്ക് നോക്കിയാൽ മണിക്കുന്ന് മല, അതാണ് മണിക്കുന്ന് മല. അപ്പൊ നമ്മുടെ ഈ ടൗൺഷിപ്പിന്റെ കിഴക്ക് ഭാഗം പുൽപ്പാറക്കുന്നും മണിക്കുന്ന് മലയാണ്.
ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കൂ, അതാണ് നമ്മളെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചെമ്പ്ര പീക്ക്. ഇതിന്റെ തെക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ചെമ്പ്ര പീക്കാ കാണാൻ പറ്റുക. വടക്ക് ഭാഗത്ത് നമ്മളെ മൈലാടിപ്പാറ, നമ്മുടെ ടൗൺഷിപ്പിലെ വയനാട് ടൗണിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് മൈലാടിപ്പാറ. അങ്ങോട്ട് നോക്കിയാൽ മൈലാടിപ്പാറ. ഇനി ഈ വശത്തേക്ക് നോക്കിയാൽ നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയാൽ അതാണ് നമ്മളുടെ ബാണാസുര ഹിൽസ്. സാർ, നമ്മൾ ഇവിടെ ഒരു വീടിന് എത്ര രൂപയാണ് ചെലവ് വരുന്നത്? എക്സാക്ട്ലി ഇവിടെ വരുന്ന ചെലവ് 22 ലക്ഷം രൂപയാണ്. പിന്നെ ഇത് സർക്കാർ കൺസ്ട്രക്ഷനാണ്. ലേബറിനടക്കം നമ്മൾ 18% GST കൊടുക്കണം. അങ്ങനെ GST, ഇൻകം ടാക്സ്, ലേബർ വെൽഫെയർ, അങ്ങനെ എല്ലാവിധ നികുതികളും അടക്കം ഒരു വീടിന് 26.94 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. ആകെ മൊത്തം വരുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കൂ, ഇത് ഒരു നില വീടിനുള്ള കൺസ്ട്രക്ഷനാണ്. ഇവിടെ വരുന്ന പല ആൾക്കാരും ചോദിക്കാറ്, എന്തിനാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള, ഇത്രയും വലിയ പില്ലറും ഇത്രയും വലിയ കോൺക്രീറ്റ് സ്ട്രക്ചറും എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. അതെ, ഒരു ചെറിയൊരു പില്ലർ വെച്ചിട്ട് അല്ലെങ്കിൽ കരിങ്കല്ലിൽ പടുത്തു ഉയർത്തിയാല് ഇതേ ചെലവിൽ വേണമെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടോ അല്ലെങ്കിൽ 2 നില വീടോ ചെയ്യാൻ പറ്റും. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വീടുണ്ടാക്കുന്നത് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടൗൺഷിപ്പ് ദുരന്ത പ്രതിരോധ രീതിയിലായിരിക്കണം. ഇത് അതിനൊക്കെ നമ്മളുടെ സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള കോഡൽ പ്രൊവിഷൻസ് ഉണ്ട്. സീസ്മിക് റെസിസ്റ്റൻസ് എന്ന് പറയും. സീസ്മിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ IS 1893 അതാണ് അതിന്റെ കോഡ്. ഈ IS 1893 സീസ്മിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുന്ന നിർമ്മിതികൾ എങ്ങനെയായിരിക്കണം എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ കോഡ് പ്രകാരമാണ് ഇവിടെയുള്ള എല്ലാ നിർമ്മിതികളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു പില്ലറല്ല, ഇതിന് കോൺക്രീറ്റ് ഭിത്തി എന്നാണ് പറയുന്നത്. അതെ, അതായത് നമ്മൾ സാധാരണ ഒരു പില്ലറിന്റെ വീതി 45 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 90 സെന്റിമീറ്റർ വീതിയുള്ള അങ്ങനത്തെ 7 പില്ലറുകളാണുള്ളത്. ഈ ഇത് നോക്കൂ, ഇത് പ്ലിന്ത് ബീമാണ്. ഈ പ്ലിന്ത് ബീം 1.5 അടി 45 സെന്റിമീറ്റർ കനമുള്ള, അതിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള കമ്പി വെച്ചിട്ടുള്ള കോൺക്രീറ്റ് പില്ലറാണ്. കോൺക്രീറ്റ് പ്ലിന്ത് ബീം, പ്ലിന്ത് ലെവലിൽ പ്ലിന്ത് ബീം വരും. പിന്നെ മുകളിലേക്ക് നോക്കൂ, നമുക്ക് എഗെയിൻ 45 സെന്റിമീറ്റർ കനമുള്ള റൂഫ് ബീം മുകളിലുണ്ട്. പിന്നെ ഇതിന്റെ അതേപോലെ തന്നെ ഇതിന്റെ അടിയിലേക്ക് നമുക്ക് കോൺക്രീറ്റിൽ ഫൗണ്ടേഷനും ഉണ്ട്. അപ്പൊ അത്രയും ഈ സീസ്മിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള IS 1893 കോഡൽ പ്രൊവിഷൻസ് 100% പാലിച്ചുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ചെലവ് താരതമ്യേന നമ്മൾ സാധാരണ വീടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു റേറ്റ് കൂടുതലായിട്ട് തോന്നാൻ കാരണം 58 ഘട്ട ഗുണപരിശോധനകളിലൂടെ കടന്നിട്ടാണ് ഓരോ വീടും പൂർത്തിയാക്കുന്നത്. ഈ 58 ഘട്ടത്തിലും ഇതിന്റെ കോൺട്രാക്ടർ EPC കോൺട്രാക്ടറാണ്. അതായത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ. എഞ്ചിനീയറിംഗും പ്രൊക്യൂർമെന്റും കൺസ്ട്രക്ഷനും ചെയ്യേണ്ടത് കോൺട്രാക്ടറാണ്. അപ്പൊ EPC കോൺട്രാക്റ്റിലൂടെയാണ് ഈ വീട് നമ്മൾ കോൺട്രാക്ടർ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോൺട്രാക്ടർ ULCCS ആണ്. അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതിനായിട്ട് എംപ്ലോയേഴ്സ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രൊജക്ട് കൺസൾട്ടന്റ് ആയിട്ട് സർക്കാരിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ കിഫ്ബിയുടെ കീഴിലുള്ള കിഫ്കോണെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അവരുടെ എഞ്ചിനീയർ വന്നിട്ട് ഇതിൽ ഓരോ 58 ഘട്ടമുണ്ട്. ഈ ഓരോ ഘട്ടത്തിലും അവർ പരിശോധന നടത്തി ഉറപ്പ് വരുത്തിയിട്ട് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി കൊളൂഡ് ചെയ്താൽ പോലും അതിനെ നമുക്ക് മറികടന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ 100% ഒരു ഫുൾ പ്രൂഫായിട്ടാണ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ 58 ഘട്ടത്തിലുള്ള ഓരോ പരിശോധനയും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ മാത്രമല്ല, അതിൻ്റെ വീഡിയോഗ്രാഫും ഫോട്ടോഗ്രാഫും. നമ്മളൊരു ട്രസ്റ്റ് ഉണ്ട്, ഇപ്പോൾ കോൺക്രീറ്റിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്, ഈ കംപ്രസീവ് സ്ട്രെങ്ത് മെഷർ ചെയ്യുമ്പോൾ ആ മെഷീനിൽ വരുന്ന റീഡിങ് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് M25 കോൺക്രീറ്റിന് 25 ആണ് 28 ഡേയ്സ് സ്ട്രെങ്ത് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ കോൺക്രീറ്റിനും മിനിമം 40 മുതൽ 50 വരെ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. അതായത് 25 സ്ട്രെങ്ത് വേണ്ടടുത്ത് അതിൻ്റെ 2 മുതൽ 2.5 ഇരട്ടി വരെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന സ്ട്രെങ്ത്. അങ്ങനെ ആ ഗുണമേന്മ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഇവിടെ ഉപയോഗിക്കുന്ന നമ്മൾ ക്വാളിറ്റി പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെയാണ് ഇവിടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും. ഓരോ വസ്തുവും നമ്മൾ മെറ്റലാവട്ടെ, മണലാവട്ടെ, കമ്പിയാവട്ടെ, സിമൻ്റ് ആവട്ടെ, ഇതെല്ലാം അതിൻ്റെ സാങ്കേതിക പരിശോധനകൾ നടത്തും. അതിന് വേണ്ടിയിട്ട് ഇവിടെ കോൺട്രാക്ടറുടെ തന്നെ ഒരു ഇൻഹൗസ് നമ്മുടെ ലാബിൽ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിലും നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സാന്നിധ്യത്തിലാണ് ടെസ്റ്റ് നടത്തുക. അതുകൂടാതെ ഇതിന് ഒരു തേർഡ് പാർട്ടി ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് പുറമേ കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ഇപ്പോൾ കോൺക്രീറ്റ് മിശ്രിതമാണെന്നുണ്ടെങ്കിൽ ഓരോ മിശ്രിതവും ഓരോ ലോഡും വരുമ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിൻ്റെ വർക്കബിലിറ്റി പറഞ്ഞാൽ 125 + 50, 125-നും 150-നും ഇടയ്ക്ക് ആവണം എന്നുള്ള അതിൻ്റെ വർക്കബിലിറ്റി. 125-ൽ താഴെയാണ് അല്ലെങ്കിൽ 150-ൽ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കില്ല, തിരിച്ചയക്കും. കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കണം. അത് ആ പ്ലാന്റിൽ നിന്ന് എപ്പോഴാണ് പോകുന്നത് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ അതിൻ്റെ കാർഡ് ഉണ്ടായിരിക്കും.
2 മണിക്കൂർ കഴിഞ്ഞോ അത് തിരിച്ചയക്കും. അങ്ങനെ 100% കൃത്യമായി കണിശതയോടുകൂടി ഇതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടാണ് കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന ഒരു പക്ഷേ കുറച്ച് കൂടുതലായിട്ട് റേറ്റ് തോന്നാനും കാണും. നമ്മുടെ ടൗൺഷിപ്പിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ആണ്. വലിയൊരു ഏരിയ ആണ്. ഒരു മാലിന്യ സംസ്കരണ സംവിധാനം. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഓരോ വീട്ടിലും സെപ്പറേറ്റ് ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് ഇല്ല. വീട്ടിലുള്ള എല്ലാ വേസ്റ്റ് വാട്ടറും സീവേജും നേരെ പൈപ്പ് വഴി ഇവിടേക്കാണ് എത്തുക. ഓക്കെ. ഇങ്ങനെ 10 സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളാണ് മൊത്തത്തിൽ ടൗൺഷിപ്പിലുള്ളത്. 372 കിലോ ലിറ്റേഴ്സ് ഒരു ദിവസം സംസ്കരിക്കാൻ പറ്റുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. ഇതിന്റെ കറണ്ടും വേണ്ട, കെമിക്കലും വേണ്ട. എക്കോ STP എന്നാണ് ഇതിന് പറയുക. ഇത് നമ്മളുടെ ഈ പശുക്കളുടെയൊക്കെ ആമാശയത്തിലുള്ള ഗട്ട് ബാക്ടീരിയ ഉണ്ടല്ലോ, ഈ ഗട്ട് ബാക്ടീരിയ തന്നെയാണ് ഇവിടെ നമ്മളുടെ ഫിൽട്രേഷൻ നടത്തുന്നത്. ഈ വലിയ ടാങ്ക് കണ്ടില്ലേ, ഇത് ഇതിന്റെ ഫസ്റ്റ് 3 സ്റ്റേജിന് വേണ്ടിയുള്ള ടാങ്കാണ്. ഫസ്റ്റ് 3 സ്റ്റേജ് ഈ ടാങ്കിന്റെ ഉള്ളിലാണ് നടക്കുക. ഇത് ഈ ടാങ്കിന് 3 പാർട്ടീഷൻ ചെയ്തിട്ട് ഫുള്ള് വാട്ടർ പ്രൂഫിങ് ചെയ്യും. ഒരു തുള്ളി വെള്ളം പോലും ഇതിന്ന് പുറത്തേക്ക് വേറെ ലീച്ച് ചെയ്തിട്ട് പോവില്ല. ഇത് ഫുള്ള് നമ്മൾ ഇതിന്റെ മുകളിൽ മുഴുവൻ സീൽ ചെയ്യും. മുഴുവൻ സീൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു 6 മാസമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്ന അവിടെ കാണുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ചിലവ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഫ്ലാറ്റുകളിലൊന്നും ഇത് അധികം ഉപയോഗിക്കാറില്ല. ചിലവ് കൂടിയതുമാണ്. അതേപോലെ കാണില്ല, സ്പേസ് റിക്വയർമെൻറ്റും കൂടുതലാണ്. പക്ഷേ ഈ സ്പേസൊക്കെ റീയൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ ഇതിന്ന് മണം യാതൊരു സുഖകരമല്ലാത്ത അൺവാണ്ടഡ് സ്മെല്ല് ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറെ പ്രത്യേകത. കാരണം ഇത് ഫുള്ള് കൺസീൽഡ് ആണ്. ഈ ഫസ്റ്റ് 3 സ്റ്റേജിലാണ് കുറച്ച് സ്മെല്ല് ഉണ്ടാവുന്ന പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ അത് ഫുള്ള് കൺസീൽഡ് ആണ്. ആകെ നമ്മൾ ചെയ്യേണ്ടത് 2 വർഷം കൂടുമ്പോൾ ഇതിൻ്റെ സ്ലഡ്ജ് ഉണ്ടാവും. അതിൻ്റെ അടിയിൽ സ്ലഡ്ജ്, ഈ ബാക്ടീരിയയുടെ വിസർജ്യം എന്നാണ്, അതൊരു ഓർഗാനിക് മാനുവറാണ്. ഈ സ്ലഡ്ജ് നമ്മൾ 2 വർഷം കൂടുമ്പോൾ പുറത്തെടുത്തിട്ട് ഈ സ്ലഡ്ജ് തന്നെ ഏറ്റവും നല്ലൊരു ഓർഗാനിക് മാനുവറാണ്. ഇതേപോലെ എതിർക്കുന്ന ആൾക്കാരെയും സംശയമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞ് മനസ്സിലാക്കിയല്ല, കാണിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇടമായിട്ട് പോലും ഭാവിയിൽ ഇത് നമുക്ക് വരും. സർ, നമുക്ക് എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ 410 വീടുകൾ മാത്രമല്ല, ഒരു ഗ്രാമം തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വലിയൊരു കമ്മ്യൂണിറ്റി ഹാൾ വരാൻ പോകുന്നുണ്ട്. നമ്മളെ ഈ എസ്റ്റേറ്റിന്റെ പഴയ ഫാക്ടറി ബിൽഡിംഗ് തന്നെ അത് കൺവേർട്ട് ചെയ്തിട്ട് വലിയൊരു കമ്മ്യൂണിറ്റി ഹാള്, പിന്നെ അതേപോലെ തന്നെ ഡിസാസ്റ്റർ ഷെൽട്ടർ കൂടിയാക്കി മാറ്റും. പിന്നീട് നമുക്ക് ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വരുന്നുണ്ട്, ഒരു 7th ഫുട്ബോൾ ഗ്രൗണ്ട്. പിന്നെ ഒരു ഓപ്പൺ മാർക്കറ്റ്, പണ്ടത്തെ പോലത്തെ ഒരു ചന്ത പോലെയുള്ള ഒരു ഓപ്പൺ മാർക്കറ്റ് വരുന്നുണ്ട്. ആ മാർക്കറ്റിന് ചുറ്റും കടമുറികൾ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ, കാരണം അന്ന് അവിടെ നടന്നതെല്ലാം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ മറന്നു പോകും. അപ്പോൾ ഈ വരും തലമുറകൾക്കും എല്ലാം അന്ന് നമ്മൾ ഈ വാർ മെമ്മോറിയൽ കണ്ടിട്ടുണ്ട്, അതേപോലെ ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ, അന്നത്തെ കാര്യങ്ങളൊക്കെ ഒരു കാലാന്തരങ്ങളോളം ഒരു സ്ഥായിയായിട്ട് അന്നത്തെ ആ കാര്യങ്ങളും എല്ലാം പബ്ലിക്കിനെ പിന്നെ വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു അംഗനവാടി ഉണ്ടാക്കുന്നുണ്ട്, ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വരുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഭാവിയിലൊക്കെ ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് വരും. അപ്പോൾ പബ്ലിക് ടോയ്ലറ്റുകൾ വരുന്നുണ്ട്, ഒരു ചെറിയൊരു ചെക്ക് ഡാമും ഒരു വാട്ടർ ബോഡിയും വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിന്റെ ടൗൺഷിപ്പ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ വരുന്നുണ്ട്. ഒരിക്കലും ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എല്ലാ ഫെസിലിറ്റീസും വരും. നഗരത്തിന്റെ ഉള്ളിലുള്ള ഒരു സുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം, ആ നമ്മൾ കുറെ വീടുകൾ മാത്രമല്ല കൊടുക്കുന്നത്, ഒരു ഗ്രാമം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട, നമ്മൾ ഈ ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട്, ബിൽഡ് ബാക്ക് ബെറ്റർ എന്നാണ് പറയുക. പഴയത് ഉണ്ടായത് നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരികെ കൊടുക്കില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എങ്കിലും അത് നഷ്ടപ്പെട്ടതിനേക്കാൾ ഒട്ടും പുറകിലാവരുത്, അതിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട, എല്ലാ രീതിയിലും മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ അവരെ പുനരുദ്ധരിപ്പിക്കണം എന്നതാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കൺസെപ്റ്റ് പൂർണ്ണ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ വീട്ടുകാർക്കും അവരുടെ പ്രൈവസി എൻഷുർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ഈ കാണുന്ന പോലെ 35 ക്ലസ്റ്ററുകൾ, ഈ 35 ക്ലസ്റ്ററുകളായിട്ടാണ് ടൗൺഷിപ്പിലെ വീടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലസ്റ്ററിൽ ഒരു 8 മുതൽ 20 വരെ വീടുകൾ ഉണ്ടായിരിക്കും, ഇതേപോലെയുള്ള 35 ക്ലസ്റ്റർ. ഇത് നോക്കൂ, എല്ലാ വീടുകളും ഓപ്പൺ ചെയ്യുന്നത് നേരെ മുന്നിൽ ഇറങ്ങുന്നത് ഒരു 5.5 മീറ്റർ വീതിയുള്ള റോഡിലേക്കാണ്. എല്ലാ ടൗൺഷിപ്പിലുള്ള മൊത്തം വീടുകളും ഇങ്ങനെയാണ് നേരെ ഈ ടൗൺഷിപ്പിലേക്കുള്ള ഇതിന്റെ ക്ലസ്റ്റർ റോഡ് എന്ന് പറയും നമ്മൾ, പ്രൈമറി ഇതാണ് ക്ലസ്റ്റർ റോഡുകൾ. ഈ 5.5 മീറ്റർ വീതിയുള്ള ക്ലസ്റ്റർ റോഡിലേക്കാണ്
രീതിയിലാണ് എല്ലാ വീടുകളും ഫേസ് ചെയ്യുന്നത്. ഈ ക്ലസ്റ്റർ റോഡിന്റെ നടുവിൽ നമ്മൾ കണ്ടില്ലേ ഒരു നടുമുറ്റം, ഒരു ഗ്രീൻ സ്പേസ്. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. എല്ലാവരും അവരവരുടെ ഇടങ്ങളിലേക്ക് ചുരുങ്ങുക, അല്ല അവരവരുടെ വീടുകളിലേക്ക് ചുരുങ്ങുക. അവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് അവരുടെ പണ്ടത്തെ ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത് കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാം, വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് വേണമെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കാനും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ഒരു ചെറിയൊരു അടുക്കള തോട്ടമായിട്ട് ഉപയോഗിക്കാം. അതെല്ലാം അവരുടെ സൗകര്യമാണ്. കാരണം ഈ ഇവിടെ 9 വീടുകൾ ഇവിടെ ഉണ്ട്. ഈ 9 വീടുകളുടെ അവരുടെ സ്ഥലമാണിത്. അവർക്ക് 7 സെന്റ് സ്ഥലത്തിന് നമ്മൾ പട്ടയം കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് സ്പേസ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതേ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളും ഡിസൈൻ ചെയ്തത്. 178 വീടുകൾ പൂർണ്ണമായി കഴിഞ്ഞു. ആ 178 വീടുകളുടെ 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം ഈ 178 പേർക്കും പട്ടയ വിതരണവും, അതാണ് നമ്മൾ 1ാം തീയതിയിലെ ഫംഗ്ഷൻ. അതോടൊപ്പം തന്നെ KSFE ഫണ്ട് ഉപയോഗിച്ച് കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു അനക്സ് ബ്ലോക്ക് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഏറ്റെടുത്ത ഈ ഭൂമിയിൽ തന്നെ ഇതിനോട് ചേർന്ന് ഒരു 6 ഏക്കർ ഭൂമി ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയാണ്. പക്ഷെ ടൗൺഷിപ്പിന്റെ ഡെവലപ്മെന്റ് ഏരിയ അല്ല, അവിടെ അതിനു വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന 6 ഏക്കർ സ്ഥലത്ത് ഒരു അനക്സ് ബ്ലോക്കും കൂടി. അപ്പൊ ഇതിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കൂടി വരാൻ പോകുക. ശരിക്കും പറഞ്ഞ ഒരു വലിയ വീഡിയോ ആണ്. കാരണം അത്രത്തോളം സൗകര്യങ്ങളും പ്രത്യേകതകളും ഈ വീഡിയോയിൽ പറയാനുണ്ടായി, ഈ പ്രൊജക്ടിന്റെ അല്ലേ. ഒത്തിരി അധികം പറയാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സാർ. ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു കേട്ടോ. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി. അത് കേരളത്തെ നമ്മളെയൊക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ കുറച്ച് നാളുകൾ, ഇപ്പോഴും അതിന് ദുഃഖം പലയിടത്തും മാറിയിട്ടില്ല, ഓവർകം ചെയ്തു വരുന്നു. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്, താക്കോൽ കൈമാറ്റമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച സാറിന്, അരുൺ സാറിന് എല്ലാവിധ ഭാവങ്ങളും. അപ്പോൾ ഈ പ്രൊജക്ട് അല്ലേ വളരെ ഭംഗിയായിട്ട് എടുക്കാൻ സാറിന് കഴിയട്ടെ. പുതുമയാർന്ന ഒരു ഭാവി ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്ട് തന്നെയായി മാറട്ടെ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ടിനെ പറ്റിയിട്ടുള്ള അറിയാത്ത വിവരങ്ങൾ എല്ലാവർക്കും അറിയാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക. സാർ ഒരു ബൈ പറഞ്ഞു. ബൈ. ഓക്കെ, ബൈ.